ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ മൂന്നാം T20യിൽ ഇന്ത്യക്ക് 11 റൺസിന്റെ വിജയം. ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 220 എന്ന റൺസ് ചേസ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 208 റൺസ് വരെ എത്തി. എങ്കിലും അവർക്ക് ലക്ഷ്യം കാണാൻ ആയില്ല. കൃത്യമായ ഇടവേളയിൽ വിക്കറ്റ് വീഴ്ത്താൻ ആയതുകൊണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്ക് റിക്വയർഡ് റൺ റേറ്റിന് ഒപ്പം നിൽക്കാൻ ആയില്ല. റിക്കിൽട്ടൺ 20, റീസ് ഹെൻഡ്രിക്സ് 21, മാക്രം 29, ക്ലാസൻ 41, ജാൻസൺ 54 എന്നിവരാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ബാറ്റിംഗിൽ കാര്യമായി സംഭാവന നൽകിയവർ. ക്ലാസനും മില്ലറും ഒരുമിച്ചത് ഇന്ത്യക്ക് ആശങ്ക നൽകി. വരുൺ ചക്രവർത്തിയെ തുടരെ 3 സിക്സ് അടിച്ച് ക്ലാസൻ കളിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഊർജ്ജം നൽകി. എന്നാൽ 18 റൺസ് എടുത്ത മില്ലറിനെ പുറത്താക്കി ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി. അവസാന ഓവറുകളിൽ ജാൻസൺ ആക്രമണം അഴിച്ചുവിട്ടു. അവസാന 3 ഓവറിൽ 59 റൺസ് ആയിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടത്. ഹാർദിക് എറിഞ്ഞ 19-ആം ഓവറിൽ 26 റൺസ് യാൻസൺ അടിച്ചു. എന്നിട്ടും അവർക്ക് അവസാന ഒരു ഓവറിൽ 25 റൺസ് വേണമായിരുന്നു. എന്നാൽ 13 റൺസ് എടുക്കണേ ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്ക് 11 റൺസ് വിജയം. ഒപ്പം പരമ്പരയിൽ 2-1 മുന്നിൽ എത്തി. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6 219 റൺസ് ആയിരുന്നു എടുത്തത്. അഭിഷേക് ശർമ്മയുടെയും തിലക് വർമ്മയുടെയും മികച്ച ഇന്നിംഗ്സുകളാണ് ഇന്ത്യയെ നല്ല സ്കോറിലേക്ക് എത്തിച്ചത്. തിലക് വർമ്മ ഇന്ത്യക്ക് ആയുള്ള തന്റെ ആദ്യ സെഞ്ചുറി നേടി. മലയാളി താരം സഞ്ജു സാംസൺ ഇന്നും ടക്കിൽ പുറത്തായി നിരാശ നൽകി.